കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ഭഗവാന്റെ 3 ആശ്രമങ്ങളിലൊന്നായ ആലയിൽ ആശ്രമത്തിൽ നടന്ന സപ്താഹത്തിൻ്റെ ഓരോ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരവസരം ഭഗവാൻ അവതാരം എടുത്ത് ലീലകൾ ആടിയിരിക്കുന്നുണ്ടാവുമോ? ഇതിനാണ് ഭഗവാന്റെ അവതാരവും ലീലകളും. ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഗീതോപദേശത്തിലും ഭഗവാൻ പറയും, നിങ്ങളുടെ ജന്മം പോലെയല്ലാട്ടോ എൻ്റെ ജന്മം. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സാത്വിന. ഈ ലോകത്ത് സുഖമായി ജീവിച്ച് ആ ഭക്തൻ അവസാനം ജീവിതാന്ത്യത്തിൽ ഭഗവാനിലെത്തും, വൈകുണ്ഠത്തിലെത്തും. മനസ്സിലായോ? ഇതാണ് ഭഗവാനെ സേവിച്ചാൽ ഭജിച്ചാലുള്ള ഗുണം. ഇതും കുന്തി പ്രാർത്ഥിച്ചു പറഞ്ഞു. അതിനുശേഷം കുന്തി പറഞ്ഞൊരു വലിയ പോയിന്റ് എന്താ അറിയാമോ? ഭഗവാനെ എനിക്കുള്ള വിഷയാസക്തി ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാനിൽ അചഞ്ചലമായ പ്രേമഭക്തി തന്നെ അനുഗ്രഹിക്കണം എന്നാണ്. മനസ്സിലായോ? എൻ്റെ മനസ്സ് ഇന്ന് എൻ്റെ മക്കളിലും എൻ്റെ ബന്ധുമിത്രാദികളിലും ഒട്ടി നിൽക്കുക. ഞാനിപ്പോൾ ഭഗവാനെ നിരന്തരം ചിന്തിക്കുക ധ്യാനിക്കുക എന്ന് വിചാരിക്കുമ്പോൾ എന്താ തടസ്സം വരേണ്ടത്? എൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറക്കാതെ അവിടേക്കും ഇവിടേക്കൊക്കെ ഓടിപ്പോവുക. ഇടയ്ക്ക് ഓടുന്നത് എനിക്ക് ആരോടൊക്കെ മമതയുണ്ടോ ആസക്തിയുണ്ടോ അവരിലേക്കൊക്കെ. കുന്തിക്ക് ആരില്ല? പുത്രനായ പാണ്ഡവന്മാരിലും ബന്ധുക്കളായ യാദവന്മാരിലും. നമുക്കെന്താ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊക്കെ അറിയില്ല, ഇടയ്ക്കൊക്കെ ഓടിപ്പോണെന്ന് വെച്ചാൽ അതിലൊക്കെ ഉണ്ട്. ശരിയല്ലേ? 1001 കാര്യങ്ങൾ ഉണ്ടാവൂലേ? അപ്പം എങ്ങനെയാ ഭഗവാനിൽ മനസ്സുറക്കുക? അതുകൊണ്ട് ഭഗവാനെ ത്വയിമേ അനന്യ വിഷയാമതീ മധുപതേ അസഹൃത് രതിമുദ്വഹദാദത്ത ഗംഗേ വൗഖമുദന്വതി. ഉദാഹരണം പറയാണ്, ഗംഗാനദി എങ്ങനെയാണോ തടസ്സമില്ലാതെ മുറിവില്ലാതെ സമുദ്രത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇതുപോലെ എല്ലാ ലോകചിന്തകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തന്നെ നിരന്തരം ഓർമ്മിക്കുമാറാകണം, സ്മരിക്കുമാറാകണം. എൻ്റെ ചിന്തകളൊക്കെ ഭഗവാനെ കുറിച്ചാവണം. അതാണ് ഭഗവാനിലെ അചഞ്ചലമായ ഭക്തി എന്ന് പറഞ്ഞത്. അതിന് തടസ്സം ഈ വിഷാസക്തിയാണ്. അത് അവിടെ നിന്ന് തന്നെ മുറിച്ചു തരണം. നമുക്ക് മുറിക്കാൻ പറ്റില്ല. നമുക്ക് ആസക്തി ഉള്ളപ്പോൾ മുറിക്കുമ്പോൾ കത്തിക്ക് മുറിച്ചുണ്ടാവില്ല. ശരിയല്ലേ? മുറിച്ചില്ലാത്ത കത്തി കൊണ്ട് നമ്മൾ അരച്ച മുറിയോ? ഗീതയിൽ ഭഗവാൻ പറയും, ഈ ആസക്തിയെ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തരപ്പദം തത്തരിമാർഗിതവ്യെന്ന്. മനസ്സിലായോ? അനാസക്തിയാവുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് ഈ ആസക്തിയുടെ കെട്ടിനെ മുറിച്ചു കളഞ്ഞാലേ നമ്മുടെ മനസ്സ് ഭഗവത് ചിന്തയിൽ മുഴുകുള്ളൂ. അതെ, ഭഗവത് ചിന്തയിൽ മുഴുകാതിരിക്കാൻ കാരണം ഈ ആസക്തരായ വസ്തുക്കളിലേക്ക് പോണതാണ്. മനസ്സിലായോ? എന്നിട്ട് വേണം ആ പരമപദത്തെ ഭഗവത് പാതാരവിന്ദങ്ങളെ സ്മരിക്കാൻ. അതിന് എനിക്ക് സാധിക്കണേ ഭഗവാനെ. ഇത് കുന്തി മാത്രം പറയേണ്ടതാണോ? ഇവിടെ എന്തെങ്കിലും കുന്തിക്ക് മാത്രമാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ ഓരോരുത്തരും അറിവുള്ളവര് പ്രാർത്ഥിക്കേണ്ടതല്ലേ, ചോദിക്കേണ്ടതല്ലേ? ഓരോ കഥകളും പണ്ടത്തെ കഥകളാണ് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെയൊക്കെ സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സാധിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുക. മനസ്സിലായോ? നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമ്മൾ എങ്ങനെ ജീവിക്കണം,
എങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എന്ത് ചോദിക്കണം ഇതൊക്കെ പഠിപ്പിക്കല്ലേ. ഇതെല്ലാം കേട്ടപ്പോൾ കുന്തിക്ക് ഭഗവാന് സന്തോഷമല്ലേ ആവുക? അല്ലാതെ ഭഗവാനെ എന്തെങ്കിലും ലൗകികമാണോ കുന്തി ചോദിച്ചത്? അല്ല, ഭഗവത് ഭക്തിയെ ചോദിച്ചത്. അനുഗ്രഹിച്ചു, അമ്മയുടെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ് ഭഗവാൻ യാത്ര പറഞ്ഞ് ദ്വാരയ്ക്ക് വീണ്ടും തേരിൽ കയറാൻ പുറപ്പെട്ടപ്പോഴാണ് അവിടെ ധർമ്മപുത്ര മഹാരാജാവിന് കുറച്ച് സങ്കടം. എന്താ സങ്കടം? അദ്ദേഹത്തിന് ഭാരതയുദ്ധത്തിന് കാരണക്കാരൻ ഞാനാണെന്നൊരു തോന്നൽ വന്നു. എനിക്ക് സിംഹാസനം രാജ്യം കിട്ടണമെന്ന മോഹമുണ്ടല്ലേ. എത്ര കുട്ടികൾ അനാഥരായി, എത്ര സ്ത്രീകൾ വിധവകളായില്ലേ, തലമുടി അയച്ചിട്ടേ കൗരവ സ്ത്രീകളൊക്കെ എങ്ങനെ സഞ്ചരിക്കുന്നത്. അതൊക്കെ കാരണം ഞാനല്ലേ. അതിൻ്റെ ഫലം എന്താ? ഘോര പാപത്തിൻ്റെ ഫലം ഘോര നരകം അല്ലേ. നരകമല്ലേ എന്നെ കാത്തിരിക്കണത് എന്ന വിചാരം കൊണ്ട് ചക്രവർത്തിയായി യുദ്ധം കഴിഞ്ഞ് ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു ധർമ്മപുത്രനെങ്കിലും ആ ധർമ്മപുത്രൻ അത് ആസ്വദിക്കാനായില്ല. ആ പാപചിന്ത അതെൻ്റെ മനസ്സിൻ്റെ ശാന്തിയെ, സ്വസ്ഥതയെ, ആ ചെതല് മരത്തില്ലേ ഇതുമാതിരി കാർന്നു നിന്നു മാത്രം. അതിന് സ്വസ്ഥതയില്ലാണ്ട് അതിനെ ആശ്വസിപ്പിക്കാൻ വ്യാസമഹർഷി അയച്ചു ഭഗവാൻ, ധൗമ്യ മഹർഷി അയച്ചു, മഹർഷിമാർ പലതും വന്ന് അദ്ദേഹം ഉപദേശിച്ചു. അവരൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് അധർമ്മം ചെയ്തുവെങ്കിൽ അങ്ങേക്കാളും വലിയ ഘോര അധർമ്മം ചെയ്ത് ആരായിരിക്കും? ഭഗവാൻ കൃഷ്ണൻ അല്ലേ. കൃഷ്ണനല്ലേ നിങ്ങളെ കൊണ്ടതൊക്കെ ചെയ്യിച്ചത്? കൃഷ്ണനല്ലേ ആദ്യവസാനം നിങ്ങളുടെ കൂടെ നിന്ന് അവരെ കൊല്ലാനുള്ള വഴി പറഞ്ഞു തന്നത്? പക്ഷെ ആ കൃഷ്ണൻ ഞാൻ പാപിയാണോ, പാപം ചെയ്തു എന്നുള്ള വിചാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ കാരണം? കൃഷ്ണൻ ഒരു പ്രവൃത്തിയിലും ഞാൻ ചെയ്യുന്നുള്ള കർത്തൃത്വം അഭിമാനമില്ല, അജ്ഞാനമില്ല. അജ്ഞാനം കൊണ്ടാണ് നമ്മുടെ ശരീരം ഞാനാ ചെയ്യുന്നത്, ഞാൻ ലിംഗം നടക്കില്ല എന്നൊക്കെ വിചാരം വരണേ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സമാധാനം പോകും. കൃഷ്ണനില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ ആ ധർമ്മത്തിന്റെ ഭാഗത്താണ്. ഈശ്വരൻ ധർമ്മത്തിനെയാണ് ജയിപ്പിക്കാൻ ധർമ്മഭാഗത്താണ് അല്ലേ. ഈ യുദ്ധം നിങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ളതായിരുന്നില്ല, ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെ ഉണ്ടായ യുദ്ധമാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പാപമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടിട്ട് അദ്ദേഹം സമാധാനമായില്ല. അവസാനം ഭഗവാനെ വിളിച്ച് കൂട്ടിയിട്ട് പോയി. ഭഗവാനും ഉപദേശം കൊടുത്തു. ഭഗവാന്റെ ഉപദേശം കേട്ടിട്ടും ധർമ്മപുത്രന് സമാധാനമായില്ല. അപ്പോഴാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു വഴി പറഞ്ഞു. എന്നാൽ ഇനി അങ്ങയുടെ സംശയം തീർക്കാൻ ഒരാളെ ഭൂമിയിലുള്ളൂ. അത് നിങ്ങളെ വളർത്തിയ മുത്തശ്ശനായ ഭീഷ്മ പിതാമഹനാണ്. ഭീഷ്മര് 10-ാം ദിവസം ശരശയിൽ വീണു യുദ്ധത്തിലേ. 18 ദിവസം യുദ്ധത്തിൽ 10 ദിവസം അദ്ദേഹം യുദ്ധം ഉണ്ടായില്ല. 10-ാം ദിവസം ശരശയിൽ കിടക്കുക. പക്ഷെ 19-50 ദിവസം കഴിഞ്ഞിരുന്നു, അദ്ദേഹം മരിച്ചിട്ടില്ല. ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കണം, കൃഷ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണൻ നമസ്കരിച്ച് നാമം ജപിച്ചുകൊണ്ട് മരിക്കണം എന്ന് വിചാരിച്ച് കിടക്കുക അവിടെ. ഇതറിഞ്ഞു എപ്പോൾ? ഭീഷ്മരെ അവിടെ വിചാരിച്ചപ്പോഴേക്കും ഇവിടെ കൃഷ്ണൻ അറിഞ്ഞു കഴിഞ്ഞു. ഇത് ഭഗവാൻ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ പോട്ടെ, അതിനുള്ള പോക്കാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ധർമ്മപുത്രൻ്റെ സംശയം തീർക്കാനെന്ന വ്യാജേന പാണ്ഡവരെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തേക്ക് ഉപദേശം കൊടുക്കാൻ കൊണ്ടുപോകലാണ് അടുത്ത രംഗം. പാണ്ഡവന്മാരുടെ സംശയം തീർക്കാൻ, വിശിഷ്യ ധർമ്മപുത്രൻ്റെ അധർമ്മശങ്ക തീർക്കാൻ എന്ന വ്യാജേന തൻ്റെ ഏകാന്ത ഭക്തനായ ഭീഷ്മരുടെ അന്ത്യാഭിലാഷം സാധിപ്പിക്കാൻ, ഭഗവത് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ പാണ്ഡവരെയും കൂട്ടി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോയി. ദേവതുല്യനും മഹാനുഭാവനുമാണ് ഭീഷ്മർ. അദ്ദേഹം വീണ് കിടക്കുന്നത് കണ്ട് എല്ലാവരും നമസ്കരിച്ചു. ശരശൈലത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുക, ഒരു ദേവൻ ഭൂമിയിൽ വീണ് കിടക്കണ മാതിരിയാവും അദ്ദേഹത്തിൻ്റെ കിടപ്പ്. വ്യാസൻ, നാരദൻ മുതലായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാർ അവിടെ ഒന്ന് കൂടിയിട്ടുണ്ട് അവിടേക്കും ഈ ഉപദേശമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവിടെ വന്നു കണ്ട സമയത്ത് അവരൊക്കെ ഭീഷ്മര് വാക്കുകളെ കൊണ്ട് ആദരിച്ചു. കൃഷ്ണൻ അവിടെ വന്ന സമയത്ത് കൃഷ്ണൻ ആരെന്ന് അറിഞ്ഞ് ആശ്രയിച്ച ആളാണ്. കൃഷ്ണൻ ഒരു ചരിത്രപുരുഷനോ ദേവകീ വസുദേവന്മാരുടെ പുത്രനോ ആയിട്ടല്ല തൽക്കാലം അങ്ങനെയാണോ വന്നേക്കണമെങ്കിലും അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ഈശ്വരീയതയെ കണ്ടു. കൃഷ്ണൻ ജനൽപ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയാ ഉവാപ്ത വിഗ്രഹം. ഭഗവാൻ തൻ്റെ മായ കൊണ്ടാണ് നമ്മളെ മാറി ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്ന് ലീല ചെയ്യണത്. വാസ്തവത്തിൽ അവന് അവിടത്തേക്ക് മാനുഷികമായ എന്തെങ്കിലും പരിമിതികളുണ്ടോ? അവിടുന്ന് സാക്ഷാൽ ജഗതീശ്വരനാണ്, പരമാത്മാവാണ്, പ്രപഞ്ചകാരണനാണ്, സർവ അന്തര്യാമിയായ സർവേശ്വരനാണ്. ഹൃദിസ്ഥം പൂജയാമാസാന. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ അതിന് കാരണം എന്താ? അവിടെ ഭഗവാനുള്ളതാ അല്ലേ. സർവസ്യ ജാഹം ഹൃദയ സന്നിവിഷ്ടാന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനിരിക്കേണ്ടത് ഉണ്ടോ? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാനുണ്ടോ? ഹൃദയം നടക്കണ്ടോ? ടിക് ടിക് ഇരിക്കണ്ടോ? അത് നടക്കുന്നത് ആരാ? നമ്മുടെ വീടുകൊണ്ട് നടക്കുക അല്ല, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഹൃദയം പിടിക്കുന്നത്. മനസ്സിലായോ?
ഈ ശരീരത്തിൽ ജീവൻ തന്ന ആരാ? അത് ഭഗവാനിൻ്റെ ഉള്ളിലുള്ളോണ്ടാ. ശരിയല്ലേ? ആ അതുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിലിരുത്തിയാണ് പൂജിച്ചത് അത്രേ ആര്? ഭഗവൻ മഹിമ അറിയുന്ന ഭീഷ്മരെ. പാണ്ഡവന്മാർക്ക് മാത്രം മുത്തശ്ശനെ കണ്ട സമയത്ത് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം അവർക്കടെ ഉള്ളിൽ കുറ്റബോധമുണ്ടായി. ഞങ്ങളെ വളർത്തി ആളാക്കി തീർത്ത മുത്തശ്ശനാണ് അദ്ദേഹം. ഞങ്ങൾക്ക് അച്ഛനായി അമ്മയായി ബന്ധുവായൊക്കെ ഉണ്ടായത്. അദ്ദേഹം ഞങ്ങൾ കാരണം ഇങ്ങനെ കൂരമ്പിൽ കിടന്ന് വേദന അനുഭവിക്കാൻ ഇടവന്നൂലോ എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിലുണ്ടായി. പക്ഷേ ഭീഷ്മർക്ക് പാണ്ഡവന്മാരോട് അപ്പോഴും വാത്സല്യമേ ഉള്ളൂ. അദ്ദേഹം തൻ്റെ മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിക്കുന്ന ഈ ഭഗവാന്റെ മഹത്വം, ശ്രീകൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കാതെ പോയതാണ് പാണ്ഡവന്മാരുടെ തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തത്. അഹോ അന്യായം, എന്തൊരു അന്യായമാണ് പാണ്ഡവർക്ക് കഷ്ടപ്പാടും ദുരിതവും വന്നത്. അധർമ്മം ചെയ്യുന്നവർക്കാണ് ദുരിതവും കഷ്ടവും ദുഃഖമൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല. പാണ്ഡവർ അധർമ്മം ചെയ്തിട്ടില്ല. വിപ്രധർമ്മ അച്യുതാശ്രയ. പാണ്ഡവരുടെ സവിശേഷത എന്താ? മഹാത്മാക്കളെ, ബ്രഹ്മജ്ഞാനികളായ ഋഷീശ്വരന്മാരെ ആശ്രയിച്ച് അവരുടെ ഉപദേശമനുസരിച്ച് ധർമ്മം തെറ്റാതെ ജീവിച്ചവരാ. അല്ലേ? ധർമ്മം സ്വയം പുത്രനായി അവതരിച്ചതാണ് ധർമ്മപുത്രൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് അധർമ്മം പറ്റില്ല. പോരാ, ഈശ്വര അവതാരമായ കൃഷ്ണൻ കൂടെയുണ്ട്. ആ കൃഷ്ണന്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചവരാ. അപ്പോൾ ഒരു കാരണവശാലും അധർമ്മമോ തെറ്റോ പാപമോ പാണ്ഡവർ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടവും ദുരിതം അനുഭവിക്കാൻ അർഹതയില്ലാത്തവരാണെന്നും പറഞ്ഞു. എന്നിട്ടും പാണ്ഡവർക്ക് ആപത്തും കഷ്ടപ്പാടും ഒഴിഞ്ഞ് നേരിട്ടായോ? ഇതാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പാണ്ഡവരെ ഓരോരുത്തരും ആരാണ്? ധർമ്മദേവന്റെ പുത്രനാണ് രാജ്യം ഭരിക്കുന്ന ധർമ്മപുത്രൻ, യമധർമ്മന്റെ മകനാണ്. വായുപുത്രനായ ഭീമസേനൻ, ഗദായുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ അല്ലേ? ഇന്ദ്രപുത്രനായ അർജുനൻ, വിലാളി വീരൻ അല്ലേ? രണ്ട് ഭാഗത്ത് സഹായിക്കാൻ. സുഹൃത് കൃഷ്ണസ്തോള്ളത്, സഹായിക്കാൻ സുഹൃത്തായിട്ട് ഈശ്വര അവതാരമായ കൃഷ്ണൻ കൂടെയുണ്ട്. ഇത്രയൊക്കെ ആനുകൂല്യം പാണ്ഡവർക്കല്ലാതെ വേറെ ആർക്കുണ്ടാവുക? ഇത്രയെല്ലാം കേമത്തുണ്ടായിട്ടും നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞോ അല്ലെങ്കിൽ ആപത്തില്ലാണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇതെന്താ ചോദിക്കുന്നത്? ഇതൊന്നും നിങ്ങളുടെ സാമർഥ്യമല്ല. ഇവിടെ നടന്നതൊക്കെ സർവം കാലകൃതം തന്നെ ഭവതാം ദേവപ്രിയം. കാലസ്വരൂപനാണ് ഭഗവാൻ. ആ കാലമാണ് നമുക്ക് നല്ലതും ചീത്തയായ അനുഭവങ്ങൾ കൊണ്ടുവരണം അല്ലേ? കാലം കൊണ്ടാണ് നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഈശ്വര സങ്കല്പം കൊണ്ടാണ് പാണ്ഡവർക്ക് തെറ്റി പറ്റിയിട്ടില്ലെങ്കിലും അധർമ്മം ചെയ്തിട്ടില്ലെങ്കിലും ഈ ദുഃഖങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. ഇതിന് നിങ്ങളാരും അല്ല ഉത്തരവാദി എന്ന് പറഞ്ഞു. അതിലൂടെ പാണ്ഡവന്മാർ പാപം ചെയ്തിട്ടില്ല എന്നും അവര് അധർമ്മികളല്ലെന്നും പറഞ്ഞു. പിന്നെയോ അവരുടെ വിചാരം എന്താ? അജ്ഞാനം കൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതായ വിചാരം ധർമ്മപുത്രന്റെ ഉള്ളിൽ വന്നുകൊണ്ടല്ലേ ഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അർജുനനാണ് ഈ ചിന്ത ഉണ്ടായത്. ഞാൻ മഹാപ്രയാമിയില്ലേ, ബന്ധുമിത്രാദികളെയൊക്കെ ഒന്ന് പാപം ഉണ്ടാവില്ലേ, അതുകൊണ്ട് എനിക്ക് യുദ്ധം വേണ്ട, രാജ്യം വേണ്ട എന്നൊക്കെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ കൊല്ലാത്തത് കൊണ്ട് ഇവരാരും മരിക്കാണ്ടിരിക്കാൻ പാടില്ല. കാരണം ഞാൻ ഇവരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്. മയൈവേദേ നിഹതാപൂർവമേവ നിമിത്ത മാത്രം ഭവ. നീ എൻ്റെ കയ്യിലൊരു ഉപകരണമായി ഭഗവതിച്ഛയെ ശിരസാവഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചോളൂ. എന്നാൽ അതിൻ്റെ ലാഭം മുഴുവൻ ഇത് കിട്ടും. എല്ലാം നടത്തുന്നത് ഭഗവാനാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അർജുനന് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റിദ്ധാരണ നീങ്ങിയത്. ധർമ്മപുത്രൻ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, ഞാനില്ലെങ്കിൽ നടക്കില്ല, ഞാനാണൊക്കെ നടത്തുന്നത് അല്ലേ? ഭഗവാൻ നമുക്ക് ചെയ്യാനൊരു അവസരം തരികയാണെന്നുള്ള ഓർക്കണ്ടോ? ഇല്ല. ഭഗവാനാണ് ഉള്ളിൽ അന്തര്യാമിയായിരുന്നു നമ്മളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ഓർക്കണ്ടോ? ഇല്ല. നമ്മൾക്ക് വലിയ അഹങ്കാരം വരും, വെറു വരും, ഞാനാ നടക്കണം, ഞാൻ ഇല്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെ. അപ്പോൾ ഭഗവാൻ ഓരോ തട്ട് തരും, നമ്മളില്ലെങ്കിൽ ഇവിടെ കാര്യം നടത്തി കാണിച്ചു തരും. മനസ്സിലായോ? ഇതാണ് ഭഗവാന്റെ കാരുണ്യം. എന്തായാലും ഇവിടെ ധർമ്മപുത്രാദികളെ കൊണ്ടും ഇതന്നെയാണ് ഇപ്പോൾ ഭഗവാൻ ചെയ്യിച്ചത്. പക്ഷെ അവർ മറന്നു ഭഗവാനാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് അതിന് ഉത്തരവാദിത്വം താൻ സ്വയം ഏറ്റെടുത്തു, കർത്തൃത്വ അഭിമാനം വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. ഇപ്പൊ ഭീഷ്മര് ഉപദേശം ചോദിക്കാതെ തന്നെ കൊടുക്കും അല്ലേ? നിങ്ങൾ വല്ലതും ചെയ്തോ? നിങ്ങളാണ് ചേർത്തെങ്കിൽ ഇത്ര കേമന്മാരായിട്ട് നിങ്ങൾക്ക് ആപത്ത് തട്ടി നീക്കാൻ പറ്റിയോ? ഇതെല്ലാം നടത്തിയത് ഈശ്വരനാണ്. ആരായിരുന്നു ഈശ്വരൻ? ഏഷവൈ, ഈ നിൽക്കുന്ന കൃഷ്ണൻ ഉണ്ടല്ലോ, ഭഗവാൻ ആദ്യോ നാരായണപുമാൻ, ആദി നാരായണ മൂർത്തിയാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനെ നിങ്ങൾ പലതരത്തിലും സ്നേഹിച്ചു, സേവിച്ചു. പക്ഷേ ഈശ്വരനായി കണ്ട് ആശ്രയിച്ചോ? ഈശ്വര മഹിമ അറിഞ്ഞോ? അതാണ് പാണ്ഡവരുടെ പോരായ്മ. ഈ കൃഷ്ണന്റെ മഹത്വം കുറച്ച് പേർക്ക് അറിയുള്ളൂ. നാരദനെ പോലെയുള്ളവർക്കും അതുപോലെ മഹാദേവനെ പോലുള്ളവർക്കും കപിലവാസുദേവനെ പോലുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലായിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ
അകരോ സജീവം ദൂതം സൗഹൃദാത സാരഥി. നിങ്ങളെ സുഹൃത്തായി, ബന്ധുവായി, മിത്രമായി, കുടുംബത്തിലൊരാളായി കണ്ടുകൊണ്ട് ആ ദൂതനാക്കിയും സൂതനാക്കിയും തേരാളിയാക്കിയും ഒക്കെ ആ കൃഷ്ണനെ നിയോഗിക്കുമായിരുന്നോ? കൃഷ്ണന്റെ ഈശ്വരത്വം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ. പക്ഷേ കൃഷ്ണൻ അതൊന്നും ചെയ്യണതിന് മടിയില്ല. കാരണം ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്ത് ദാസ്യം ചെയ്യാൻ തയ്യാറാവും. ഇത് ഭക്തവാത്സല്യമാണ് ഭഗവാന്റെ. രണ്ടാമത്, നമുക്കൊക്കെ ദേഹാഭിമാനമുള്ളതുകൊണ്ട്, അഹങ്കാരമുള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഇതേ ചെയ്യുള്ളൂ, ഞാൻ ഇതൊന്നും ചെയ്യില്ല, ഇത് കേമം, ഇത് മോശം എന്നൊക്കെ വിചാരമുണ്ട് അല്ലേ പ്രവൃത്തികളിൽ. ഭഗവാൻ ഈ അഹങ്കാരം ഇല്ല. അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഭഗവാൻ സന്തോഷമുണ്ട്. മനസ്സിലായോ? അഹങ്കാരം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രസ്റ്റീജൊക്കെ വരുന്നത്, ദുരഭിമാനം വരുന്നത്. ഇതേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ചെയ്യില്ല എന്നൊക്കെ. ഭഗവാൻ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് പണി പറഞ്ഞാലും ഭഗവാൻ തയ്യാറാണ് അല്ലേ? എല്ലാവരും നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാലിമേക്കല് ഭഗവാൻ 12 കൊല്ലം തൊഴിലായി കൊണ്ടുവരണില്ലയോ അല്ലേ? കലുകാലികളെ മേയ്ക്കുക, അതിനെ കുളിപ്പിക്കുക, അതിനെ ചാണകം വാരുക, അതിന് ഗോബർ ഗ്യാസ് ഉണ്ടാക്കുക, അതിൻ്റെ അല്ലേ അതിന് പല്ലു കഴിഞ്ഞ് കൊണ്ട് കൊടുക്കുക, അതിനെ ശുശ്രൂഷിക്കുക അല്ലേ? ഇന്ന് ആരെങ്കിലും ഈ പണിക്ക് പോവോ? ഈശ്വര അവതാരമായ കൃഷ്ണൻ ചെയ്ത് കാണിക്കുകയാണ്. മനസ്സിലായോ? ദോശയില ഇതെല്ലാം ഭഗവാൻ ചെയ്ത് കാണിച്ചു തന്നു. ഭഗവാൻ അഗ്രാസനത്തിൽ പൂര സ്വീകരിക്കൽ മാത്രമല്ല, പിന്നെയോ ഇച്ചിരെടുക്കാൻ, രാജസൂയത്തിൽ ഇച്ചിരെടുക്കാൻ ആളില്ലെങ്കിൽ ഇച്ചിരെടുക്കാൻ പോവുക, ഇല എടുക്കാൻ പോവുക, മഹാന്മാരുടെ കാല് കഴിക്കാൻ പോവുക, പശുമാരെ വരുമ്പോൾ കാല് കഴിച്ച് സ്വീകരിക്കാൻ പോവുക, വിളമ്പലിനെത്തിയില്ലെങ്കിൽ വിളമ്പാൻ പോവുക, ഉപദേശം കൊടുക്കേണ്ടത് ഉപദേശം കൊടുക്കാൻ പോവുക. എല്ലാ രംഗത്തും കൃഷ്ണൻ തിളങ്ങി. മനസ്സിലായോ? നമ്മൾ വലിയ പദവികൾ, സ്ഥാനമാനങ്ങൾ, അവാർഡുകളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതൊക്കെ കിട്ടണമെന്ന് മോഹിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഏത് പ്രവൃത്തിയും ഭഗവാന്റെ പണിയെന്ന് നമുക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? എന്നെ പ്രവർത്തിക്കില്ലേ? ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഭഗവാന്റെ പണിയാണ്. മനസ്സിലായോ? അങ്ങനെ വിചാരിക്കുമ്പോൾ ഉച്ചരീതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കൃഷ്ണൻ നമ്മുടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച് കാണിച്ചു തരാൻ. എന്നിട്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഇപ്പം നിങ്ങളെ ഉപദേശിക്കാനെന്ന ഭാവത്തിൽ കൃഷ്ണൻ ഇവിടെ വന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? വാസ്തവത്തിൽ നിങ്ങളുടെ സംശയം തന്നെ കൃഷ്ണന്റെ സങ്കല്പം കൊണ്ട് ഉണ്ടായതാണ്. പിന്നെ എന്തിനാ അവിടെ വന്നത്? ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരോട് ഭഗവാൻ പ്രത്യേക വാത്സല്യമുണ്ട്, കാരുണ്യമുണ്ട് അല്ലേ? പ്രാണൻ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കണം. ഉത്തരായണ കാലത്തെ കാത്തുകൊണ്ടിരിക്കുക. കൃഷ്ണനെ ഉത്തരായണം വന്നിട്ടും ഭീഷ്മര് മരിക്കുന്നില്ല. കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണന്റെ അനുഗ്രഹം ചെയ്ത് മേടിച്ച് കൃഷ്ണനെ സ്തുതിച്ചിട്ട് വേണം മരിക്കാൻ. അത് തീരുമാനിച്ചിരിക്കുക. അത് യുദ്ധക്കളം ആ ശരശയെ കിടന്ന് ചിന്തിച്ചുള്ളൂ. അപ്പളയ്ക്കും ഇങ്ങ് ഭീഷ്മരുടെയും എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ ഹൃദയവാസിയായി, അന്തര്യാമിയായി, സർവവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസാക്ഷിയായ കൃഷ്ണൻ. മനസ്സിലായോ? കുരുക്ഷേത്രം ദില്ലിയിൽ അത്ര ദൂരത്താ. അത്ര ദൂരത്ത് കിടക്കുന്ന കുരുക്ഷേത്രത്തിൽ ശരശയിൽ കിടക്കുന്ന ഭീഷ്മര് കൃഷ്ണനെ ഒന്ന് കണ്ടുകൊണ്ട് ദേഹം വെടിയണമെന്ന് വിചാരിച്ചപ്പോഴേക്കും അതെങ്ങനെ ഇത്ര ദൂരത്തിരിക്കണം കൃഷ്ണൻ അറിയും? അപ്പൊ ഇത് മനസ്സിലായിക്കൂടെ കൃഷ്ണൻ ആരെന്ന്? അത് ഭീഷ്മർക്കറിയാം. ഹൃദയസ്ഥം എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. ഹൃദയവാസിയായിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നവരാണ് ഭാഗ്യശാലികൾ. മനസ്സിലായോ? ദൂരദേശത്തോ കോവിലിലോ അവിടെ ഇവിടെ മാത്രം ഇരിക്കണവരായി കാണുന്നവർ അത്ര ഭാഗ്യശാലികളല്ല. നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇതേ കോവിലിൽ പോയാലേ ഉള്ളൂ അല്ലേ? കണ്ടാലേ ഉള്ളൂ. കോവിൽ നടടച്ചാവോ? ഉണ്ടോ? ഹൃദയ ശ്രീകോവിൽ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കണോ കൃഷ്ണൻ? അങ്ങനെ കണ്ട എപ്പോഴാണ് കൃഷ്ണന്റെ ദർശനം നമുക്ക് കിട്ടാത്തത്? ഉണ്ടോ? ഇങ്ങനെയാണ് അത്ര കാണേണ്ടത്. അത് കണ്ട ആളാണ് ആര്? ഭീഷ്മര്. സന്റെ മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയത്തിലാ. അന്തര്യാമിയാണ്, ആത്മാവാണ് എല്ലാവരുടെയും. ഇങ്ങനെയാണ് ആ കൃഷ്ണനെ കണ്ടത്. കൽപ്പത്തൂര് കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഗുരുവായൂരപ്പനെ നിശേഷാത്മാനമേനം ഗുരുവന ഗുരാധീശമേ വാസയാണ്. നിശേഷാത്മാവെന്ന എൻ്റെ നിങ്ങളുടെ സൗരുടെയും ആത്മാവായി അന്തര്യാമിയായി വിളങ്ങുന്നവനാണ് ആര്? ഈ ഗുരുവായൂരപ്പൻ, ഈശ്വരൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ധരിക്കട്ടോ ഇല്ലേ? നമ്മൾ ദൈവത്തിനെ എവിടെയെങ്കിലും വെച്ച് കൂട്ടി വയ്ക്കുക അല്ലേ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാതിനും ചെയ്യാൻ പറ്റില്ലല്ലോ. കൃഷ്ണൻ കാണില്ലേ? ഭഗവാൻ കാണില്ലേ? നമ്മുടെ വിചാരങ്ങളൊക്കെ അറിയില്ലേ കണ്ണൻ? ഭഗവാൻ ഇല്ലല്ലോ. ഞങ്ങൾ ഒളിപ്പിക്കാൻ നോക്കിയാൽ വിളിക്കാൻ പറ്റുമോ? ഉള്ളിരിക്കുന്ന ഭഗവാൻ കാണില്ലേ? അറിയില്ലേ? അറിയും. ഈ ഒരു അവബോധം ഉണ്ടായാൽ മനുഷ്യൻ തകർത്താൻ നല്ലവരാവും. മനസ്സിലായോ? രണ്ടാമത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല. കാരണം ഭഗവാൻ കാണാതെ ഇവിടെ നടത്തില്ല. ഭഗവാന്റെ കണ്ണ് കെട്ടാൻ പറ്റില്ലല്ലോ. നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ആ വിചാരം ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അറിയണത്. ഇതാണ് ഭീഷ്മരുടെ ആ വാക്കുകളുടെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, നോക്കൂ ഈ കൃഷ്ണന്റെ കൃപ. വാസ്തവത്തിൽ ഞാൻ അർഹിക്കുന്നില്ല, എന്നിട്ടും ആ കൃഷ്ണനെ എന്നെ അനുഗ്രഹിക്കാമോ? ഈ കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഭാരത യുദ്ധത്തിൽ അല്ലേ? ആ സമയത്ത് ഭക്തനായ ഭീഷ്മരെ പ്രതിജ്ഞ ചെയ്തു, എന്നാ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു. ഭഗവാൻ തൻ്റെ വാക്കല്ല വലുത്, ധർമ്മമാണ് വലുത്. ഭീഷ്മര്
ആ കൂർത്തുമൂത്ത ശരങ്ങളെ കൊണ്ട് എടുക്കുമ്പോൾ ഒന്നും തൊടുക്കുമ്പോൾ 10ഉം കൊള്ളുമ്പോൾ പോകുമ്പോൾ 100ഉം അവിടെ ചെന്ന് കൊള്ളുമ്പോൾ 1000ങ്ങളുമായി മാറി അദ്ദേഹത്തിന്റെ ശരം. പാണ്ഡവപക്ഷ സൈന്യങ്ങളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അവസാനം അർജുനെ പോലും കൊല്ലുന്നുള്ള നില വന്നു. ആ സമയത്തോ 3-ാം ദിവസവും 9-ാം ദിവസവും ആ യുദ്ധത്തിൽ 2 പ്രാവശ്യം 2 ദിവസം ഭീഷ്മനെ കൊന്നില്ലെങ്കിൽ പാണ്ഡവരുടെ കഥ കഴിയും. പാണ്ഡവർ തോറ്റാൽ അധർമ്മം ജയിക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ ആയുധം എടുക്കാതിരുന്നാൽ പാണ്ഡവർ നശിക്കും, പാണ്ഡവർ നശിച്ചാൽ അധർമ്മം ജയിക്കും, ധർമ്മം തോൽക്കും. തൻ്റെ അവതാരം ധർമ്മത്തെ ജയിപ്പിക്കാനാണ്. അതുകൊണ്ട് തൻ്റെ വാക്കല്ല വലുത്, ധർമ്മമാണ് വലുത് എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് 2 വട്ടം ഭഗവാൻ ആയുധമെടുത്തുകൊണ്ട് ഭീഷ്മരെ കൊല്ലാൻ ചാടി വന്നു. ഇതൊക്കെ ഭീഷ്മരൊക്കെ നന്ദിപൂർവ്വം കഴിക്കുക. അന്ന് ആ യുദ്ധക്കളത്തിലേക്ക് കൃഷ്ണൻ വന്ന് എന്തൊക്കെ മനസ്സിലുണ്ട് നല്ലോണം പതിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ആ ഭഗവാൻ ഭക്ത അനുകമ്പിയാണ്, ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മുമ്പിൽ ഇതാ ഇപ്പൊ ചതുർബാഹുവായ മഹാവിഷ്ണുവായിട്ടാണ് ഭീഷ്മർക്ക് ദർശനം കൊടുക്കണ ഭഗവാൻ. എല്ലാവരും കൃഷ്ണനായിട്ട് 2 കൈയിലുള്ള കൃഷ്ണനായിട്ടാണ് കാണണമെങ്കിൽ ഭീഷ്മർക്ക് മഹാവിഷ്ണു രൂപത്തിലെ ദർശനം വൈകുണ്ഠ ദർശനമാണ്. ആ വൈകുണ്ഠമൂർത്തിയുടെ അവദാനങ്ങൾ പാടിക്കൊണ്ട് ആ ശരീരത്തെ വെടിയാൻ ഒരുക്കണം കണ്ടപ്പോഴാണ് ഭഗവാൻ മനസ്സിലായി ധർമ്മപുത്ര മഹാരാജാവിൻ്റെ സംശയങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടായാൽ തീർത്തുറക്കാൻ ആളില്ല. അതുകൊണ്ട് രാജാവേ ചോദിച്ചോളൂ. അദ്ദേഹത്തിന്റെ സംശയം തീർന്നു. ഞാൻ ചെയ്തു എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം ദുഃഖം വന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, അപ്പം നടത്തിയത് ഈശ്വരനാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതോടെ സംശയം തീർന്നു. എങ്കിലും ഇനി ഭാവിയിൽ അദ്ദേഹം സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീകളുടെ ധർമ്മം, ഓരോ വർണ്ണികളും ആശ്രയങ്ങളും ധർമാനുഷ്ഠാനങ്ങൾ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അത് അടുപ്പിച്ചുകൊണ്ട് മുക്തരാവേണ്ടത്, ഭക്തി സമ്പാദിക്കേണ്ടത്, ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടു കുറേ ദിവസങ്ങളെ കൊണ്ട്. മറ്റൊന്നുണ്ട് ഭീഷ്മർ ഭഗവാൻ ഇത് ചോദിപ്പിക്കുന്നുണ്ട് ഉദ്ദേശം. തൻ്റെ ഭക്തനായ ഭീഷ്മർക്ക് ഒരുപാട് അറിവുണ്ട്. പക്ഷേ ഈ അറിവ് ലോകത്തിന് അറിയില്ലല്ലോ. ആ ഭീഷ്മരോടുകൂടി ആ അറിവ് നഷ്ടപ്പെടാൻ പാടുമോ? ഇങ്ങനെ ഉപദേശിച്ചാലല്ലേ അത് ലോകത്തിന് കിട്ടുള്ളൂ. അതും ഭഗവാന് ഈ ധർമ്മപുത്രനെ കൊണ്ട് സംശയങ്ങൾ ചോദിപ്പിക്കുന്നതുണ്ട്. ആ ധർമ്മ ഉപദേശമാണ് മഹാഭാരതത്തിൽ പ്രസിദ്ധമായ ശാന്തി പർവ്വം. നമ്മളൊക്കെ വായിക്കേണ്ടതാണ് മഹാഭാരതം, ഈ ശാന്തി പർവ്വത്തെ. മനസ്സിലായോ? എന്നൊക്കെ ഗദ്യമായിട്ട് വാങ്ങിക്കേണ്ട പുസ്തകം അല്ലേ. ഇത്രയൊക്കെ പുസ്തകങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഭാഗവതമൊക്കെ കൊണ്ടുവന്ന് വായിച്ചു മേടിച്ചു. എല്ലാവരുടെ കയ്യിലും മൂല ഭാഗവതം ഉണ്ടാവും, ഓരോ വീട്ടിലും ഉണ്ടാവും. ഭാഗവത കഥകളുണ്ട് അവിടെ, കുട്ടികൾക്ക് പറ്റിയ കഥകൾ. ഭഗവത്ഗീതയുടെ ആ കാലഘട്ടത്തിനനുസരിച്ചാല ചിന്മയാൻ സ്വാമിയുടെ യുഗപുരുഷനായ ഗീതാചാര്യനായ സ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്. ഇതൊക്കെ മേടിച്ച് വായിച്ച് അറിവ് നേടി അതിനെ ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ ഹിന്ദുക്കളാവുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ പേരുകൊണ്ട് മാത്രമേ നമ്മൾ ഹിന്ദു ആവുള്ളൂ. ജനിച്ചു ഒരു കുടുംബത്തിൽ, അതുകൊണ്ട് മാത്രമേ ഹിന്ദു ആവുള്ളൂ. മനസ്സിലായോ? ഹിന്ദു സംസ്കാരമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾക്ക് അതിന് ആഭിമുഖ്യം ഉണ്ടാവണം എന്നർത്ഥം. അല്ലെങ്കിൽ വെറും മൃഗങ്ങളെ പോലെ ഇരുക്കാലി മൃഗങ്ങൾ തന്നെ നമ്മൾ എന്താ ഉണ്ണണു ഉറങ്ങണു എണ്ണ ചേരണു പിള്ളേരെ ഉണ്ടാക്കണം ചത്തുപോകണം. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ല. ഇത് മനുഷ്യനാവണം. ഇത് മനുഷ്യനേക്കാൾ ബെറ്ററായിട്ട് മൃഗങ്ങൾ ചെയ്യണ്ടല്ലേ. അവർ ചെയ്യണം. അല്ലാണ്ട് പുതുതായിട്ട് നമ്മൾ എന്താ ചെയ്ത് ആലോചിച്ച് നോക്കും. നമ്മൾ പഠിച്ചിട്ട് ആൾക്കാരെ എങ്ങനെ പറ്റിക്കാം ഇതാ പഠിക്കുന്നത് അല്ലേ. ഈ പഠിപ്പ് കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ സേവനം ചെയ്യാമെന്ന് പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അത് ആലോചിച്ച് നോക്കൂ. മൃഗവും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസം? ധർമ്മം അധർമ്മ ചിന്ത മനുഷ്യനെ മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ധർമ്മോഹി ദേശം. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? 4 കാര്യങ്ങൾ സമാനരാണ് മനുഷ്യര്. എന്താ? ശത്രുഭയം, ആഹാരം, നിഹാരം, ഭയം, ഉറക്കമൊക്കെ അല്ലേ. ശരിയല്ലേ? മറ്റൊരു ധർമ്മം എന്താന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റില്ല മൃഗങ്ങൾക്ക്. അത് കഴിയും മനുഷ്യന് അല്ലേ. ശാശ്വതമായ സത്യം അറിഞ്ഞ് ജീവിതം മുക്തമാക്കി ധന്യമാക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കില്ല, നമുക്ക് സാധിക്കും. ഭഗവാന്റെ കഥ കേൾക്കാനും അവൻ ജപിക്കാനും അത് പറയാനും ഭഗവാനെ സേവിക്കാനും മൃഗങ്ങൾക്ക് പറ്റില്ല. അത് മനുഷ്യന് സാധിക്കും. അപ്പോൾ മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യം മനുഷ്യൻ ചെയ്യുമ്പോഴേ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാവുള്ളൂ അല്ലേ. അല്ലെങ്കിലോ മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളാണ് പറയുന്നത്. എന്താ കാരണം? ആ മൃഗീയമായ സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ പോയിട്ടില്ല. അതൊക്കെ എന്നെ കാണിച്ചു കൂടണമെങ്കിൽ ശരിയല്ലേ. അതാണ് നമ്മൾ മനുഷ്യനാവും, ഉത്തമ മനുഷ്യനാവും ഭാഗവതം കേട്ടാൽ. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു എന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ലേ. ഇവിടെ ഭീഷ്മരുടെ മഹത്തായ ഈ അറിവ്, മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള അറിവാണ് ഈ ധർമ്മോപദേശമൊക്കെ. അതാണ് ശാന്തി പർവ്വത്തിൽ പറഞ്ഞത്. ഇതൊക്കെ ലോകത്തിന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ധർമ്മപുത്രനെ കൊണ്ട് ഭഗവാൻ ചോദിപ്പിച്ചതും ഭീഷ്മരെ കൊണ്ട് ഇതൊക്കെ
ഉപദേശിപ്പിച്ചത്. ഉദാഹരണങ്ങളെ സഹിതം കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞ് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അവസാനത്തെ വാക്കുകൾ പലതും പറഞ്ഞ വാക്ക് നേരെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് പറയണം. ഭഗവാനെക്കുറിച്ച് ഈ നാവ് കൊണ്ട് സംസാരിച്ചാലേ നാവ് ശുദ്ധമാവുള്ളൂ. പലതും ആലോചിച്ച് ചിന്തിച്ച് കേടുവന്ന മനസ്സിനെ നേരെയാക്കാത്ത വഴി ആ മനസ്സുകൊണ്ട് ഭഗവാനെ ആലോചിക്കണം, ചിന്തിക്കണം. അവിടുത്തെ മംഗളരൂപം ഹൃദയത്തിൽ സദാ കാണാൻ ശ്രമിക്കണം, ഭാവന ചെയ്യണം. മനസ്സിലായോ? ചുരുക്കത്തിൽ ലോകത്തിന് വേണ്ടി, ലോകവിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്. ഭഗവാന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം ശുദ്ധമാവുന്നത്, അർത്ഥവത്തായി തീരുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഭഗവാനെ ഒരു സ്തുതി. വിഷ്മര് എന്താ ഭഗവാന്റെ സൗന്ദര്യം! ത്രൈലോക്യ സുന്ദരമാണ് ഭഗവാന്റെ അതിസുന്ദരമായ കൃഷ്ണരൂപം അല്ലേ? ആ കൃഷ്ണന്റെ രൂപത്തിലല്ലേ, ആ മനോഹരമായ ദിവ്യ തിരുമേനിയിലല്ലേ ഞാൻ കൂരമ്പുകളയച്ച് കൃഷ്ണന്റെ ശരീരം മുറിച്ച് വ്രണപ്പെടുത്തി ചോരയിൽ കുളിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഭീഷ്മർക്ക് വലിയ സങ്കടം തോന്നുക. എന്താ, പാണ്ഡവരെ ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അർജുനെ തോൽപ്പിക്കണം അല്ലേ? 10 ദിവസം അർജുനോടാണ് യുദ്ധം ചെയ്യാൻ അദ്ദേഹം വന്നത്. യുദ്ധക്കളത്തിൽ തൻ്റെ ഭക്തനെ ശരണമടഞ്ഞ തൻ്റെ അക്ഷൗഹിണി സൈന്യങ്ങൾ, നാരായണീ സേന, ദ്വാരകാ സൈന്യം മുഴുവനും കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് കൃഷ്ണനെ മതി, ആയുധെടുക്കാത്ത കൃഷ്ണനെ മതി എനിക്ക്. ആയുധസേനയെ ദുര്യോധനൻ വാങ്ങിച്ചു അല്ലേ? എന്താ അർജുനൻ ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ ആയുധമില്ലാതെ സൈന്യമില്ലാതെ എന്നെ സ്വീകരിച്ചത്? പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ദേവന്മാരും മനുഷ്യരും രാക്ഷസനും വേണ്ട സകല ശക്തികളും ഒരുമിച്ച് നിർത്താലും അവരെ ജയിക്കാൻ എനിക്ക് സാധിക്കും എന്ന വിശ്വാസമുണ്ട്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. മനസ്സിലായോ? ഭഗവാന്റെ അനുഗ്രഹവും ആനുകൂല്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അതിന് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും അത് അർജുനനെ അനുഭവപ്പെടുത്തി കൊടുത്തു അല്ലേ? ആ പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി ഗുരുദുരിതേന്ന് അയച്ച അസ്ത്രങ്ങൾ മുഴുവനും അർജുനന്റെ മേൽ കൊള്ളാതെ നോക്കി കൃഷ്ണൻ. മുമ്പിൽ തേരാളിയെ കൃഷ്ണനല്ലേ നിൽക്കണത്? കൃഷ്ണൻ സ്വന്തം മാറി വിരിച്ച് കാണിച്ച് സ്വീകരിക്കുക. കൃഷ്ണന്റെ പോർച്ചട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. വെണ്ണ പോലെയുള്ള ആ പൊന്നു തിരുമേനി മുറിഞ്ഞ് രക്തത്തിൽ കുളിച്ചു. ഇതൊക്കെ ഭക്തന് വേണ്ടി ഭഗവാൻ ചെയ്ത സാഹസമല്ലേ? ഇതൊക്കെ ചെയ്ത ഞാനല്ലേ, ഭഗവാനെ ദ്രോഹിച്ചില്ലേ എന്നൊക്കെയാണ് ഭീഷ്മന്റെ മനസ്സിന്റെ ഒരു പ്രയാസം, അല്ലെങ്കിൽ ആ വിഷമ വാക്കുകളിലൂടെ പറയുന്നത്. അതിസുന്ദരമായ രൂപത്തിൽ ഒരു കയ്യിൽ കടിഞ്ഞാണും ഒരു കയ്യിൽ ചമ്മട്ടിയും പിടിച്ചുകൊണ്ട് അർജുനനെ സാരഥ്യമേറ്റുകൊണ്ട് ആ യുദ്ധക്കളത്തിലേക്ക് വരുന്ന ശ്രീകൃഷ്ണന്റെ മനോഹര രൂപം മനസ്സിൽ ഓർത്തുപോയി. അതിനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പാർത്ഥസാരഥി ആണ് ശരിക്കും പറഞ്ഞ ഏറ്റവും ആ കൃഷ്ണാവതാരത്തിലെ അനുഗ്രഹം ചൊരിഞ്ഞ ആ രംഗം. ആ പാർത്ഥസാരയുടെ പാദങ്ങളിൽ എനിക്ക് ഭക്തി ഉണ്ടാവണം, എൻ്റെ മനസ്സുറയ്ക്കണം, അതിനെ ഞാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചത്. എന്താ, കൃഷ്ണാവതാരത്തിൽ ഭക്തർക്ക് മാത്രമല്ല കൃഷ്ണൻ മുക്തി കൊടുക്കുന്നത്, പിന്നെയോ തന്നെ ശത്രുവായി കണ്ട ശത്രു സൈന്യത്തിൽ നിന്ന് എല്ലാവർക്കും ഭഗവാൻ മുക്തി കൊടുത്തത്. അതായോ ഓരോ ശത്രുവിന്റെ കൂരമ്പേറ്റ് മരിക്കുമ്പോൾ കാണുന്നത് ആരെയാ? ശ്രീകൃഷ്ണന്റെ അവതാരമൂർത്തിയായ ഭഗവാന്റെ ദിവ്യകോമള രൂപല്ലേ? ആ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കാനാ ഭഗവാൻ വന്നേക്കണത്. അർജുനനെ മാത്രമല്ല കൃഷ്ണൻ ഇവിടെ അനുഗ്രഹിക്കുന്നത്. അതാണ് ഭീഷ്മർ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും വിചാരിച്ചു പാണ്ഡവർക്ക് മാത്രമാണ് കൃഷ്ണന്റെ അനുഗ്രഹം ഉള്ളൂ അല്ലേ? അല്ല, അവിടെ പങ്കെടുത്തവർക്കൊക്കെ അനുഗ്രഹ ഭഗവാൻ കൊടുത്തത് അല്ലേ? ആ യുദ്ധക്കളത്തിലല്ലേ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. അത് കണ്ടവരൊക്കെ എത്ര ഭാഗ്യശാലികളല്ലേ അല്ലേ? അർജുനൻ മാത്രമല്ല അത് കണ്ടത്. എന്തായാലും ഇങ്ങനെ പല പല രംഗങ്ങളാണ് ഭീഷ്മരെ ഓർമ്മിക്കുന്നത്. ഭഗവാൻ അർജുനൻ പറഞ്ഞു, 2 സൈന്യങ്ങൾ നടുക്ക് എൻ്റെ തേര് നിന്ന് കൊണ്ടു നിർത്തൂ കൃഷ്ണ. ദുഷ്ടനായ ദുര്യോധനെ സഹായിക്കാൻ വന്നവരെ ഞാൻ നേരിട്ട് കാണട്ടെ. ഈ യുദ്ധത്തിൽ ആരോടൊക്കെ എനിക്ക് നേരിട്ട് യുദ്ധം ചെയ്യേണ്ടത് നോക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ 2 സൈന്യങ്ങൾ നടുക്ക് തേരിനെ കൊണ്ടു നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ജമഹീക്ഷിതാം. 2 സൈന്യങ്ങളെ നടുക്കും ഭീഷ്മദ്രോണാദികളുടെ മുമ്പിലായിട്ട് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, ഉവാചപാർത്ഥ പശ്യ ഏതാൻ സമവേദാൻ ഗുരു. ആരൊക്കെയാണ് കൗരവപക്ഷത്ത് വന്ന് നിൽക്കണേ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അർജുനനെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താന്ന് ഭഗവാൻ ഗീതോപദേശം ചെയ്തിട്ടും അർജുനന് മനസ്സിലായില്ല. പക്ഷേ ഏകാന്ത ഭക്തനായ ഭീഷ്മർക്ക് മനസ്സിലായി. എന്തേ കൃഷ്ണൻ ചെയ്തത്? ആ ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയതിലൂടെ എന്ത് ചെയ്തു? ആ ശത്രുവൈല്യത്തിൽ നിന്ന ഓരോരുത്തരുടെയും ആയുസ്സിനെ കൃഷ്ണൻ പരസൈനികായുരഷ്ണാഹൃതവതി പാർത്ഥസഖേർമമാസ്തു. ആ ശത്രുക്കളുടെ മുഴുവൻ ആയുസ്സിനെ കട്ടെടുക്കുകയായിരുന്നു അത്രേ. ഇത് കട്ടെടുക്കല് അവിടെ വന്നപ്പോഴേ കഴിഞ്ഞു. എന്നിട്ടാണ് വിശ്വരൂപം കാണിച്ചിട്ട് പറഞ്ഞത്, അതിനാ നീയൊന്നും അല്ലാട്ടവരെ കൊണ്ടത് ഞാൻ കൊന്നു കഴിഞ്ഞു വരെ മയായവ നിഹതാ പൂർവമേവ.
മുമ്പേ ഞാൻ കൊന്നു കഴിഞ്ഞു, നീ ഒരു നിമിത്തം മാത്രമാണ്. മനസ്സിലായോ? നീ ഒരാളായി നിന്നാൽ മതി, ഞാനല്ല നടക്കുന്നത് അല്ലേ? ഇത് പറഞ്ഞപ്പോഴല്ലേ അർജുനൻ അത് തയ്യാറായത്. പക്ഷെ അർജുനൻ ഇത് മനസ്സിലായില്ല ഭഗവാൻ പറഞ്ഞിട്ടും. പരസൈന്യങ്ങളുടെ മുഴുവൻ ശത്രുസൈന്യങ്ങളുടെ ആയുസിനെ പട്ടെടുത്ത് അർജുനനെ തൻ്റെ ഭക്തനായ വിജയനെ വിജയിപ്പിച്ച ആ പാർത്ഥസാരഥിയുടെ പാദങ്ങളിൽ എൻ്റെ മനസ്സുറയ്ക്കണം ഭക്തിയോടെ. അർജുനനെ അറിയാതെ വ്യവഹിത പ്രധാനാമുഖം നിരീക്ഷ്യ, തൻ്റെ സ്വന്തക്കാരല്ലേ ബന്ധുക്കളല്ലേ ഇവരൊക്കെ കൊല്ലാൻ പാടുമോ, കൊന്നാൽ പാപല്ലേ, അവരുടെ രക്തകര പുരണ്ട ഭോഗങ്ങൾ ഞാൻ എങ്ങനെ അനുഭവിക്കും, അതുകൊണ്ട് ഇതൊന്നും വേണ്ട, ഞാൻ ഹിമാലയത്തിൽ തപസ്സിന് പോവാം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിൽ തളർന്ന് പടഞ്ഞു വീണ ആ അർജുനന് എന്ത് പറ്റി? അർജുനന്റെ ബുദ്ധി കലങ്ങിപ്പോയി, കുഴങ്ങിപ്പോയില്ലേ? ആ അർജുനന്റെ ബുദ്ധിയെ നേരെയാക്കി കൊടുത്തു ഭഗവാൻ. എന്ത് ചെയ്തു? കുമതി അഹരത്, അർജുനന്റെ ആ ദുർബുദ്ധിയെ അജ്ഞാനം കൊണ്ട് ബാധിച്ച ഈ മമതാ ബന്ധത്തെ ഇല്ലാണ്ടാക്കി കൊടുത്തു. ആത്മവിദ്യ, ആത്മജ്ഞാനോപദേശം കൊണ്ട്. അങ്ങനെ ചരാചര ഗുരുവായ ഗീതാചാര്യനായ ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ മനസ്സുറയ്ക്കണമേ ഭഗവാനെ എന്നാ പ്രാർത്ഥന. തൻ്റെ മനസ്സ് ഭഗവത് പാതാരങ്ങൾ ചേരണം, ഉറക്കണം എന്നാ പ്രാർത്ഥന. മനസ്സിലായോ? ഇത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. മനസ്സ് പലയിടത്തല്ലേ പോണത്, പലയിടത്ത് പോയാൽ അതിൽ ഉറക്കുക. ഭഗവാനെ തന്നെ നിരന്തരം ചിന്തിച്ചാൽ ഭഗവാന്റെ പാദങ്ങളിൽ ഉറക്കും അല്ലേ? അങ്ങനെയായി നമ്മൾ ഭഗവാനോട് ചേരും, ആ കൈവല്യ മുക്തി വരും. ഇതാണ് ഭീഷ്മന്റെ പ്രാർത്ഥന. അങ്ങനെ ഗീതോപദേശം കൊണ്ട് ലോകത്തിന് അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് ആത്മജ്ഞാനത്തെ ഉപദേശിച്ച് അഹന്താ മമതകളയുടെ വേരറുത്തു കൊടുത്ത് ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിച്ച ആ ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ പാണ്ഡവർക്ക് വേണ്ടി ചെയ്തത്, തനിക്ക് വേണ്ടി ചെയ്തതോ? മത്പ്രതിജ്ഞാം സ്വനിഗമവഹായ മത്പ്രതിജ്ഞാം ഹൃദം അധികർത്തും അവപ്പെടുതോ ഒരു ദത്ത. സിംഹം ആനയുടെ മസ്തകത്തിൽ ചാടി വീണ് അതിനെ അടിച്ചു കൊല്ലണ പോലെയാണ്, അതിന് പുറപ്പെടുന്ന പോലെയാണ് ആ ചക്രായുധം വേണ്ടിക്കൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി കോപതാമ്രാക്ഷനായിട്ട് കോപം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടി കൃഷ്ണൻ തേരുന്ന് ചാടി ഓടി വന്നത് 2 പ്രാവശ്യം ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഭീഷ്മര് ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചാൽ നേരെ വൈകുണ്ഠത്തിൽ പോകാമെന്ന് പറഞ്ഞ കുംഭമിലും താഴെ വെച്ച് ഭഗവാനെ സ്വീകരിച്ചു. പക്ഷേ ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും കോപമാണെങ്കിലും ഭീഷ്മര് കണ്ടത് എന്താ? വാത്സല്യമാണ്. കാരുണ്യ ആകുല നേത്രം, കാരുണ്യം കൊണ്ട് ഈറണിഞ്ഞ കണ്ണാണ്. സന്തോഷായില്ലേ എന്നാണ് ആ നോട്ടത്തിൽ കൂടെ ഭക്തന്. അങ്ങനെ സ്വന്തം വാക്കിനെ ഭഗവാൻ പ്രതിജ്ഞയെ ലംഘിച്ചും ഭക്തന്റെ വാക്കിനെ പരിപാലിച്ചവനല്ലേ കൃഷ്ണൻ അല്ലേ? ഭഗവാൻ അതിലൂടെ എന്താ പഠിപ്പിച്ചത്? ഭീഷ്മൻ തൻ്റെ വാക്കിൽ മുറുകെ പിടിച്ചിരുന്നുകൊണ്ടാണ് ധർമ്മം ജയിക്കണം അദ്ദേഹം കണക്കാക്കിയില്ല. ധർമ്മമാണ് വലുത്, അല്ലാണ്ട് തൻ്റെ വാക്കല്ല വലുത് എന്ന് ഭീഷ്മർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ഭാരത യുദ്ധമേ ഉണ്ടാവില്ല. ദുര്യോധനന്റെ കയ്യിൽ ഈ അധികാരം കൈവരുന്നില്ല. എത്രയോ അവസരം ഭീഷ്മർക്ക് രാജ്യം ഭരിക്കാൻ ഉണ്ടായില്ലേ? അദ്ദേഹം ഏറ്റെടുക്കാതെ താൻ പണ്ട് പറഞ്ഞ വാക്കിൽ മുറുകി കിടന്നു. അതുകൊണ്ട് ഇത്രയൊക്കെ സ്ഥിതികൾ വഷളായി. അവസാനം അദ്ദേഹത്തിന് അധർമ്മപക്ഷത്ത് ചേരേണ്ടി വന്നു അല്ലേ? ധർമ്മസങ്കടത്തിൽപ്പെട്ടിട്ട് അല്ലേ? മനസ്സുകൊണ്ട് പാണ്ഡവന്മാരുടെ ഭാഗത്താണെങ്കിലും ദേഹം കൊണ്ട് പാണ്ഡവർക്കെതിരായിട്ട് യുദ്ധക്കളത്തിൽ അണിനിരക്കേണ്ടി വന്നു അല്ലേ? ഇതൊക്കെ ഈ ധർമ്മസങ്കടത്തെ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് തൻ്റെ വാക്കിൽ കുടിക്കുന്നുണ്ടാണ്. ധർമ്മം രക്ഷിക്കണം, ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. കൃഷ്ണൻ അതല്ലേ കാണിച്ചത്? ഭാരതയുദ്ധം തീരുമാനമായപ്പോഴോ കൃഷ്ണൻ പണ്ടപക്ഷത്ത് നിന്നു. എന്താ കാരണം? അവിടെയാണ് ധർമ്മമുള്ളത്, അവിടെയാണ് ധർമ്മമാണ് ജയിക്കേണ്ടത്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ വാക്ക് പാലിക്കില്ല. ഞാൻ യോഗം പറഞ്ഞോട്ടെ, അല്ല കൃഷ്ണൻ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും, ഞാൻ ആയുധെടുക്കില്ല എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നെങ്കിലോ ഭീഷ്മര് പാണ്ഡവന്മാരെയൊക്കെ കൊന്നുണ്ടാവും. മനസ്സിലായോ? പാണ്ഡവ സൈന്യത്തെയും കൊന്നുണ്ടാവും. അപ്പോൾ ആരെ ജയിക്കുക? കൗരവർ ജയിക്കും. അതെന്നിട്ടാവും? ഭഗവാന്റെ അവതാര ലക്ഷ്യമേ നടക്കാതെ പോകുന്നുണ്ടോ? ഇത് ഭഗവാൻ നമ്മളെ ഭക്തരെ പഠിപ്പിക്കുക. ഈ ഭക്തരാണ് ഭീഷ്മൻ, ഏകാന്ത ഭക്തനാണ്. പക്ഷെ എന്ത് ചെയ്തു? അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നു, ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചു അല്ലേ? അതുകൊണ്ട് അദ്ദേഹം ശരശയിൽ കിടക്കേണ്ടി വന്നത് ഭക്തനായിട്ട്. അത്ര കഷ്ട അനുഭവിക്കേണ്ടി വന്നില്ലേ? നമ്മളും അങ്ങനെയാണ്. ധർമ്മം അറിഞ്ഞിട്ടും അധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നാലോ അധർമ്മം പ്രവർത്തിച്ചാലോ നമുക്കും ശരശയ്യ കാത്തു കിടക്കേണ്ടതെന്ന് പറയാം. മനസ്സിലായത്? ഇത് ഒക്കെ ഒരു വലിയ സന്ദേശമാണ്. രണ്ടുതരം പഴവാദം മാത്രമല്ല. അതുകൊണ്ട് വെറുതെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ജയിക്കാതെ അധർമ്മത്തിന് വേണ്ടിയിട്ട് തൻ്റെ വാക്ക് പരിപാലിക്കാൻ നോക്കരുത്. കൃഷ്ണൻ വാക്ക് പരിപാലിച്ചില്ല. ലോകം പറയും കൃഷ്ണൻ നുണ പറഞ്ഞു, ആയിക്കോട്ടെ, ധർമ്മം ജയിച്ചില്ലേ? ഭഗവാന്റെ പ്രവൃത്തി കൊണ്ട്. ഇതൊക്കെയാണ് ഈ സ്തുതിയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. പിന്നീട് പറയുകയാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം, മാഹാത്മ്യം, യോഗേശ്വരത്വമൊക്കെ കാണിക്കുന്ന രംഗം. രാജസൂയത്തിൽ എത്രയോ മഹർഷിമാരുണ്ട്, എത്രയോ യോഗീശ്വരന്മാരുണ്ട്. അവരെയൊക്കെയല്ലേ പൂജിക്കേണ്ടത്? അവർ പോലും ആരാധിക്കുന്ന സർവേശ്വരനാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ആ യോഗീശ്വരന്മാരും മഹർഷിമാരും നിറഞ്ഞിരുന്ന സദസ്സിൽ അഗ്രാസന പൂജ സ്വീകരിച്ചവനല്ലേ എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കാമെന്ന കൃഷ്ണൻ. ആ യോഗീശ്വരൻ്റെ ദർശനം എനിക്ക് ലഭിച്ചുവല്ലോ എൻ്റെ സമയത്ത് ഞാൻ കൃതാർത്ഥനായി ധന്യനായി എന്നുള്ള ഭഗവാന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ഭഗവാന്റെ മറ്റൊരു വാത്സല്യം കാണിച്ചതാണ് ഗോകുലത്തിലെ ഗോപുരമണിമാർക്ക് മുഴുവനും, നൂറായിരക്കണക്കായ ഗോപിമാർക്ക് മുഴുവനും ഒരു ശാസ്ത്രം പഠിക്കാതെ, ഒരു തപസ് ചെയ്യാതെ, മറ്റൊരു സത്സംഗത്തിന് പോകാതെ കേവലം കൃഷ്ണനോടുള്ള സംസർഗം കൊണ്ട്, കൃഷ്ണപ്രേമം കൊണ്ട് അവരുടെ ഹൃദയം മുഴുവനും ശുദ്ധമായപ്പോൾ അവർക്കൊക്കെ യോഗീശ്വരന്മാര് ഏകാന്ത ധ്യാനത്തിൽ അനുഭവിക്കുന്ന ആ ആനന്ദാനുഭവം, ആ സമാധിയിലെ ആനന്ദം, ആ ബ്രഹ്മാനന്ദ പ്രദാനം ചെയ്തു അല്ലേ രാസലീലയിലൂടെ. അതിലൂടെ ഭഗവാൻ എത്ര വലിയ കാരുണ്യമാണ് കാണിച്ചു കളിച്ച് കോടാനുകോടി ജീവന്മാർക്ക് മുക്തി കൊടുത്തില്ലേ. ഇത് ഭഗവാന്റെ മറ്റൊരു കാരുണ്യം. ആ ഭഗവാനല്ലേ ഇന്ന് എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ ഇതാ പാണ്ഡവരെ ഉപദേശിക്കാൻ എന്ന മട്ടിൽ നിൽക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് സ്തുതി. പാർത്ഥസാരഥിത്വം ഭഗവാന്റെ മറ്റൊരു വാത്സല്യമാണ് അല്ലേ. എല്ലാവരും വിചാരിച്ചു പാണ്ഡവർക്കടോടുള്ള സ്നേഹം കൊണ്ട്, അർജുനനോടുള്ള കാരുണ്യം കൊണ്ട് അവരുടെ സാരഥിയായി എന്ന്. അതല്ല സംഗതി, അതൊരു പേരിന്. മറിച്ച് ശത്രു സൈന്യങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും ഭഗവാൻ സായുജ്യവും സദ്ഗതിയും കൊടുക്കാനുണ്ടായിരുന്നത്.